ഞാനിന്ന് പറയാൻ പോകുന്ന ഈ കഥയുണ്ടല്ലോ, അത് വല്ലാത്തൊരു കഥയാണ് സുഹൃത്തുക്കളെ. ആഫ്രിക്കയുടെ ആഴങ്ങളിൽ മറഞ്ഞിരിക്കുന്ന, ആരെയും ഭയപ്പെടുത്തുന്ന ആ മാന്ത്രിക ആനകളുടെ കഥയാണ്. അവിടെയുള്ള ഒരു ഗോത്രം മുഴുവൻ ആ ആനക്കൂട്ടത്തെ വിളിച്ചിരുന്ന ഒരു പേരുണ്ട്, തെൽസ്മി. തിൽസ്മി എന്നാൽ എന്താണെന്ന് ചിന്തിക്കുകയായിരിക്കുമല്ലേ? അവരുടെ ഗോത്രഭാഷയിലാണ് ഞാൻ പറഞ്ഞത്. മാന്ത്രിക ശക്തിയുള്ള, കണ്ണിൽപ്പെടാത്ത ആനകൾ എന്നാണ് ഇതിനർത്ഥമാകുന്നത്. അതെ, നമ്മളിന്ന് പറയുവാൻ പോകുന്നത് അങ്ങനെയുള്ള ആനകളെ വേട്ടയാടുവാൻ പോയ ഒരു കഥയാണ്. ഈ കഥയിൽ ഒരു പ്രത്യേകതയുണ്ട്. ഇതിൽ വേട്ടക്കാരൻ ആരാണെന്ന് പറയുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പേര് ഇവിടെ വ്യക്തമായി എനിക്ക് പറയുവാൻ സാധിക്കില്ല. പക്ഷേ അവിടുത്തെ ഗ്രാമത്തിലെ ആളുകളും ഗോത്രവിഭാഗക്കാരും അദ്ദേഹത്തെ വിളിച്ചിരുന്നത് സാബ് എന്നാണ്. ഇനിയും കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ നിങ്ങളെ മുഷിപ്പിക്കുന്നില്ല. നമുക്കിനിയും നേരെ കഥയിലേക്ക് പോകാം. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഇതുപോലുള്ള കഥകളാണ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കഥകൾ ഇഷ്ടമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ വീഡിയോ ദയവായി ലൈക്ക് ചെയ്യുവാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുവാനും മറക്കല്ലേ. വെൽക്കം ബാക്ക് ടു സ്നൈപ്പർ സ്കൂൾ കഥകളിലൂടെ. ആറ് ദിവസങ്ങൾ രാപ്പകലില്ലാതെ ഞങ്ങൾ ആ വനത്തിലൂടെ അവരുടെ നിഴലുകൾ പോലെ അലഞ്ഞു. ഓരോ കാൽപ്പാടുകളും നോക്കി വിയർത്തൊലിച്ച് ശ്വാസം മുട്ടി മുന്നോട്ട് നടന്നു. കാട്ടിൽ നിലത്ത് വീണ് കിടക്കുന്ന ഉണങ്ങിയ ഇലകളുടെ മുകളിലേക്ക് ഞങ്ങളുടെ ബൂട്ടുകൾ വന്ന് വീഴുമ്പോൾ ആ വനത്തിലെ നിശബ്ദതയെ അത് ഭേദിക്കും. അവിടെ വീശുന്ന കാറ്റിന് പോലും ഒരുതരം ഭാരമുള്ളതായി അപ്പോൾ തോന്നും. ഇത്രയും നിശബ്ദമായി കിടക്കുന്ന ആ വനത്തിൽ ഇടയ്ക്കിടയ്ക്ക് എവിടെ നിന്നോ അവർ ശ്വാസമെടുക്കുന്നതിൻ്റെ ആ വലിയ ശബ്ദങ്ങൾ അവിടെ മുഴങ്ങും. അതൊരു ഭയാനകമായ സംഗീതം പോലെയാണ് അപ്പോൾ നമ്മുടെ ചെവിയിലേക്ക് വന്നെത്തുക. അവരുടെ ചിഹ്നം വിളി കേൾക്കുമ്പോൾ ഉള്ളൊന്ന് ഭയക്കും, പിന്നീട് ഒരു തരിപ്പ് അരിച്ചു കയറുകയും ചെയ്യും. പക്ഷേ അവിടുത്തെ ഏറ്റവും വലിയ അത്ഭുതം എന്തെന്ന് നിങ്ങൾക്കറിയാമോ? ഞങ്ങൾ അവരോട് അത്രയും അടുത്തെത്തി എന്ന് തോന്നുമ്പോഴേക്കും ഒരു മായാജാലം പോലെ അവർ അപ്രത്യക്ഷമാകും. വെറുമൊരു പുകച്ചുരുള് പോലെ അവർ കാടിൻ്റെ ഉള്ളിലേക്ക് അലിഞ്ഞു ചേരും. ഒരു വെടിയുണ്ട ഉതിർക്കാൻ പോയിട്ട് ഒന്ന് കണ്ണു നിറയെ കാണാൻ പോലും ഞങ്ങൾക്ക് ഭാഗ്യം കിട്ടിയിട്ടില്ല. ഈ അപകടം പിടിച്ച യാത്രയിൽ ഞങ്ങൾ ചെന്നുപെട്ടത് ദേഷ്യം വന്ന കാണ്ടാമൃഗങ്ങളുടെയും അതുപോലെ തന്നെ രക്തദാഹികളായ സിംഹങ്ങളുടെയും മടയിലേക്കാണ്. എന്തിനേറെ പറയണം, ഒരു ഭീകരമായ പെണ്ണാനയെ വരെ ഞങ്ങൾക്ക് നേരിടേണ്ടി വന്നു. നിങ്ങളോടായോണ്ട് ഞാനൊരു സത്യം പറയാം. ഞാൻ ഈ അന്ധവിശ്വാസങ്ങളിലൊന്നും ഒട്ടും വിശ്വസിക്കുന്നില്ല. അങ്ങനത്തെ ഒരാളെയല്ല ഞാൻ. ആരെന്തു പറഞ്ഞാലും എനിക്കതെല്ലാം ഒരു തമാശയാണ്. എൻ്റെ മുന്നിലൂടെ ഒരു കരിമ്പൂച്ച പോയാൽ പോലും എനിക്കൊരു കുലുക്കവുമില്ല. ഞാൻ വഴിമാറി പേടിച്ച് നിൽക്കില്ല. ലക്ഷ്യത്തിലെത്താൻ ഞാൻ ഒന്നിനും വേണ്ടി പിന്നോട്ട് പോകാറില്ല. അതിപ്പോൾ ഏതെങ്കിലും കോണിപ്പടിയുടെയോ ചായ്പിൻ്റെയോ താഴെ കൂടെ നടക്കാൻ പോലും എനിക്ക് യാതൊരു മടിയുമില്ല. ഞാൻ യൂണിവേഴ്സിറ്റി പഠിക്കുന്ന സമയത്ത് എനിക്ക് അവിടെ അലോട്ട് ചെയ്ത എൻ്റെ റൂമിൻ്റെ നമ്പർ എത്രയെന്ന് നിങ്ങൾക്കറിയാമോ? 13. എല്ലാവരും പറഞ്ഞു അതൊരു ഭാഗ്യ നമ്പറല്ല, നിർഭാഗ്യപരമായ നമ്പറാണെന്ന്. പക്ഷേ ഞാൻ ആ മുറിയിൽ തന്നെ ഒരു വർഷം മുഴുവൻ താമസിച്ചു. അവിടെ വല്ലാത്ത സമാധാനമാണ് എനിക്ക് അനുഭവിക്കുവാൻ കഴിഞ്ഞത്. അതുമാത്രമല്ല, എക്സാമിനെല്ലാം നല്ല മാർക്ക് സ്കോർ ചെയ്യുവാനും എനിക്കായി. ഒരു തീപ്പെട്ടിക്കൊള്ളി കൊണ്ട് 3 സുഹൃത്തുക്കൾക്ക് സിഗരറ്റ് ഒരേ സമയം കത്തിക്കാനും എനിക്ക് യാതൊരു മടിയുമില്ല. ഈ മന്ത്രവാദം, പ്രേതം, മന്ത്രക്കൂടി ഇതിലൊന്നും എനിക്ക് യാതൊരു വിശ്വാസവുമില്ല. പക്ഷേ താൻസായിലെ ആ കാടുകളിൽ ആനവേട്ടയ്ക്ക് പോയപ്പോൾ എനിക്ക് നേരിടേണ്ടി വന്ന അനുഭവങ്ങളുണ്ടല്ലോ, അതെങ്ങനെയാണ് എനിക്ക് അനുഭവിക്കുവാൻ കഴിഞ്ഞത്, അതുപോലെ തന്നെയാണ് ഞാൻ ഇവിടെ വിവരിക്കുന്നതും. ഈ കഥയെല്ലാം കേൾക്കുമ്പോൾ ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു എന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ഇതൊക്കെ വെറും കോയിൻസിഡൻസ് മാത്രമേ എനിക്ക് പറയുവാൻ കഴിയുള്ളൂ. ഒരു പക്ഷേ ഇതെല്ലാം ഒരു യാദൃശ്ചികമായിരിക്കാം. ഇനിയും പതിയെ പതിയെ നമുക്ക് ആ കഥയിലേക്ക് ഇറങ്ങിച്ചെല്ലാം. ആ ദിവസങ്ങളിൽ ഞാൻ താൻസായിലെ പഴയ ടാങ്കനിക എന്ന ആ കൊടുങ്കാടിനുള്ളിലായിരുന്നു. ആനകളെ തിരയുകയായിരുന്നു ഞാനപ്പോൾ. ദിവസങ്ങൾ പലത് കഴിഞ്ഞുപോയി. പക്ഷേ കുതിപ്പിക്കുന്ന രീതിയിൽ വലിപ്പമുള്ള കൊമ്പുള്ള ഒരാനയെപ്പോലും കണ്ണിൽ കണ്ടില്ല. വെളുപ്പിനെ ആദ്യ കിരണങ്ങൾ വീഴുന്നത് മുതൽ സന്ധ്യ മയങ്ങുന്നതുവരെയും ഞങ്ങൾ
ആനക്കൂട്ടങ്ങളെ പിന്തുടർന്നു. ഓരോ തവണയും വളരെ കഷ്ടപ്പെട്ട് ഞങ്ങൾ അവരുടെ അടുത്തെത്തുമ്പോൾ ഞങ്ങൾക്ക് കാണാനാകുന്നത് അവരുടെ കൂട്ടത്തിലെ പെണ്ണാനകളെ മാത്രമാണ്, അല്ലെങ്കിൽ കൊമ്പുകൾക്ക് ഒട്ടും വലിപ്പമില്ലാത്ത കുട്ടിയാനകളെ. ആനകളെ പിന്തുടരുന്നതിൽ പലതവണ ദേശക്കാരായ പെണ്ണാനകളുമായും വികൃതികളായ കുട്ടികളുമായും ഞങ്ങൾക്ക് മുഖാമുഖം ഏറ്റുമുട്ടേണ്ടതായി വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ആനകളെ വെടിവെക്കാതെ അവരിൽ നിന്നും ജീവൻ രക്ഷിച്ചുകൊണ്ട് ഓടിപ്പോകുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത് പറയുമ്പോൾ ഇപ്പോഴും എൻ്റെ കൈകാലുകൾ വിറയ്ക്കുന്നുണ്ട്. ഇതൊരു സാധാരണ കാര്യമല്ല സുഹൃത്തുക്കളെ. ദിവസങ്ങളോളം ഇങ്ങനെ ആനകളെ പിന്തുടർന്ന് അലഞ്ഞ ഓരോ നിമിഷവും ജീവൻ കൈ പിടിച്ചുകൊണ്ട് ഓടിയ പല ദിവസങ്ങളുമുണ്ട്. അങ്ങനെ നിരന്തരമുള്ള ആ വനത്തിലൂടെയുള്ള അലച്ചിലുണ്ടല്ലോ, എൻ്റെ നാഡീവ്യൂഹത്തെ വല്ലാതെ ബാധിക്കാൻ തുടങ്ങി. ശരീരവും മനസ്സും ഒരുപോലെ തളർന്നു. അത്രയ്ക്ക് എനിക്ക് വയ്യാത്ത അവസ്ഥയിലായി. അങ്ങനെ ഞങ്ങൾ പരാജയപ്പെട്ട ഒരു ദിവസം വേട്ടയ്ക്ക് ശേഷം മടങ്ങുകയായിരുന്നു. ആ വനത്തിൻ്റെ ഒരു കോണിൽ വെച്ച് കുറച്ച് നാട്ടുകാരെ കണ്ടുമുട്ടി. ആഫ്രിക്കയിലെ ഒരു രീതി അനുസരിച്ച് ഞങ്ങൾ പരസ്പരം കൈകൊടുത്തു, വിശേഷങ്ങൾ തിരക്കി. എൻ്റെ ഗൈഡും തോക്കുധാരിയുമായ മഫാനിക്കയുമായി അവർ പരസ്പരം സംസാരിക്കുകയാണ്. അദ്ദേഹം ഈ നാട്ടുകാരൻ തന്നെയാണ്. അതുകൊണ്ട് അവരുടെ പ്രാദേശിക ഭാഷയിലാണ് അദ്ദേഹം അവരോട് സംസാരിക്കുന്നത്. ആ സംസാരം കുറേ നേരം തുടർന്നു. ഒരു തർക്കമായി മാറി. പിന്നീട് ശാന്തമായി സംസാരിച്ചു. അങ്ങനെ കുറച്ച് സംസാരിച്ചതിന് ശേഷം മഫനിക്ക എൻ്റെ അടുത്തേക്ക് നടന്നു വന്ന് എന്നോട് കാര്യം പറഞ്ഞു. ഇവിടുത്തെ ആളുകൾ പറയുന്നത് പ്രകാരം നമ്മളിപ്പോൾ താമസിക്കുന്ന ക്യാമ്പ് ഇവിടെ നിന്ന് മാറ്റുകയാണ്. ഇവർ പറയുന്ന സ്ഥലത്തേക്ക് ക്യാമ്പ് മാറ്റണം എന്നാണ്. അതുകൊണ്ട് അവർ പറയുന്നത് പോലെ നമ്മൾ ചെയ്യുകയാണ് എന്നാണ്. അങ്ങനെ ഞങ്ങളുടെ പുതിയ ക്യാമ്പ് അടിച്ചത് ഒരു കൊടുങ്കാടിൻ്റെ അതിലുള്ള ഒരു ചെറിയ ഗ്രാമത്തിലായിരുന്നു. ആ നാട്ടുകാർ പുറമെ കൃഷിക്കാരാണെന്ന് പറയുമെങ്കിലും ശരിക്കും അവർ കൃഷിക്കാരൊന്നും ആയിരുന്നില്ല. തനി വേട്ടക്കാരായിരുന്നു. ആഫ്രിക്കയിലെ കഠിനമായ വേട്ട നിയമങ്ങളും വലിയ ചിലവുകളും കാരണം അവർ ഒളിഞ്ഞും തെളിഞ്ഞും വേട്ട നടത്തിയാണ് ജീവിക്കുന്നത്. ഇങ്ങനെയുള്ള അവരുടെ കള്ളക്കച്ചവടമുണ്ടല്ലോ, അത് മറച്ചു പിടിക്കുവാൻ വേണ്ടിയാണ് ചോളവും ബീട്രൂട്ടുമൊക്കെ അവർ കൃഷി ചെയ്യുന്നത്. ശരിക്കും കൃഷി ചെയ്യുകയാണോ എന്ന് ചോദിച്ചാൽ അഭിനയം മാത്രമാണ്. അവിടുത്തെ ഗ്രാമവാസികൾ പറയുന്നതനുസരിച്ച് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അവിടെ ആനകളുടെ ഒരു വല്ലാത്ത കൂട്ടം തന്നെയുണ്ട്. അവരുടെ കൃഷിയിടങ്ങളെല്ലാം ആന ചവിട്ടി മെതിച്ച് നശിപ്പിച്ചു. ആ പറഞ്ഞതെല്ലാം സത്യമാണെന്നറിയുവാൻ അവർ പറഞ്ഞ ആ പറമ്പിലേക്ക് ഒന്ന് നോക്കിയാൽ മാത്രം മതി. മണ്ണ് മുഴുവൻ കുഴിഞ്ഞു മറിഞ്ഞു കിടക്കുകയാണ്. ആ ആനകൾ അടുത്തുള്ള ഒരു മുളങ്കാടിനുള്ളിലേക്ക് അഭയം പ്രാപിച്ചിരിക്കുന്നു. ഈ വിവരങ്ങളെല്ലാം ഞങ്ങളോട് പറയുന്നതിനിടയ്ക്ക് അവിടുത്തെ ആ ഗ്രാമത്തിൻ്റെ ഗ്രാമത്തലവനുണ്ടല്ലോ, ലാഘവത്തോടെ ഒരു കാര്യം കൂടി ഞങ്ങളോട് പറഞ്ഞു. അത് കേട്ടപ്പോൾ എൻ്റെ നെറ്റി ഒന്ന് ചുളിഞ്ഞു. അദ്ദേഹം പറഞ്ഞത് ഇതാണ്: സാബ്, നിങ്ങൾ ഈ ആനകളെ കൊല്ലാൻ നോക്കി വെറുതെ സമയം കളയേണ്ട കാര്യമില്ല. ഇതൊക്കെ മാന്ത്രിക ആനകളാണ്. അത് കേട്ടപ്പോൾ എൻ്റെ ഉള്ളിലൊരു ചിരിയാണ് വന്നത്. മാന്ത്രിക ആനകളോ? എന്ത് വിഡ്ഢിത്തമാണ് ഇവർ പറയുന്നത്? ഞാൻ എൻ്റെ മനസ്സിൽ എന്നോട് തന്നെ ചോദിച്ചു. പക്ഷേ ഒരു കാര്യം എന്നെ ചിന്തിപ്പിച്ചു. ഇപ്പോൾ ഞാൻ ഈ ചവിട്ടി നിൽക്കുന്ന മണ്ണും ഈ ഗ്രാമവും അതിസമർത്ഥരായ വേട്ടക്കാരുടേതാണ്. എന്നിട്ടും ഈ ആനക്കൂട്ടം ഇവിടെ ഇത്രയും സമാധാനത്തോടെ വിലസണമെങ്കിൽ അതിലെന്തോ കാര്യമുണ്ട്. വേട്ടയാടാനുള്ള ആവേശത്തിൽ ഞാൻ ആ ചോദ്യങ്ങൾ അങ്ങ് തള്ളിക്കളഞ്ഞു. കൃഷിയിടങ്ങളിൽ കണ്ട ആ എണ്ണമറ്റ കാൽപ്പാടുകൾ മാത്രമായിരുന്നു എൻ്റെ മനസ്സിൽ. അതിൽ ചില ആനകളുടെ കാൽപ്പാടുകൾ കണ്ട് എൻ്റെ കണ്ണ് പോലും തെള്ളിപ്പോയി. അത്രയും വലിപ്പമുള്ള ആനകളും ഈ കൂട്ടത്തിലുണ്ടോ എന്ന് ഞാൻ ചിന്തിച്ചു. ഇത്രയും നാൾ ഞങ്ങൾ ഈ വലിയ വനത്തിൽ അലഞ്ഞു നടന്നിട്ടും പേരിന് പോലും ഒരു കൊമ്പനാനയെ പോലും ഞങ്ങൾ കണ്ടിട്ടില്ല. എന്നാൽ ഇവിടെ കണ്ട കാലടയാളങ്ങൾ എന്നെ അതിശയിപ്പിക്കുവാൻ പോകുന്ന ഒന്നായിരുന്നു. അന്ന് രാത്രി ഏകദേശം 10 മണി കഴിഞ്ഞിട്ടുണ്ടാകും. പെട്ടെന്നാണ് ആ ശബ്ദം ഞങ്ങൾ കേട്ടത്. ആനകൾ കൃഷിയിടത്തിലേക്ക് ഇരച്ചു കയറിയിരിക്കുന്നു. അർദ്ധരാത്രിയായിട്ടും ഞങ്ങൾക്ക് കണ്ണടയ്ക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ആ രാത്രിയിലെ നിശബ്ദതയെ കീറിമുറിച്ചുകൊണ്ടാണ് അവരുടെ ചിഹ്നം വിളികൾ അവിടെ ഉയർന്നത്. ആ ശബ്ദം കേൾക്കുമ്പോഴുണ്ടല്ലോ, മനുഷ്യൻ്റെ ആത്മാവ് പോലും ഞെട്ടി വിറച്ചു പോകും. അത്രയും ഭയാനകമായിരുന്നു അത്. അതൊന്നും കാര്യമാക്കാതെ മുൻകരുതൽ എന്ന പോലെ ഞാൻ എൻ്റെ വലിയ റൈഫിൾ കയ്യിലെടുത്തു. ടെൻറ്റിന് മുന്നിലൊരു കസാര വടിച്ചിട്ട് അവിടെ കാവലിരുന്നു. ആ ചിഹ്നം വിളികൾ മെല്ലെ മെല്ലെ എൻ്റെ അടുത്തേക്ക് വരികയാണ്. ആനയുടെ ചൂര്
ആ ഒഴുകിയെത്തുന്ന കാറ്റിൽ എനിക്ക് നല്ല പോലെ അറിയുവാനും സാധിക്കുന്നുണ്ട്. പെട്ടെന്ന് ഒരു നിമിഷത്തേക്ക് അവരുടെ ചിഹ്നം വിളികളെല്ലാം അവസാനിച്ചു. പിന്നെ പെട്ടെന്ന് തന്നെ എല്ലാ ആനകളും ഒരുമിച്ച് ഒന്ന് ചിഹ്നം വിളിച്ചു. ഒരു പക്ഷേ ഈ ചെറിയ ഗ്രാമത്തിലേക്ക് ഞങ്ങൾ എത്തിയതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും അവർക്ക് മനസ്സിലായിരിക്കണം. പുതിയ സാധനങ്ങളുടെയും പുതിയ മനുഷ്യരുടെയും ഗന്ധങ്ങൾ അവർക്ക് കിട്ടിയിരിക്കണം. ഇങ്ങനെ ഇവരുടെ ഗ്രാമത്തിലേക്ക് എത്തുന്ന ഈ ആനകളെ ഭയപ്പെടുത്തി ഓടിക്കുവാൻ വേണ്ടി വലിയ തീക്കുണ്ടങ്ങൾ അവർ അവിടെ ഒരുക്കിയിട്ടുണ്ട്. അതിനു പുറമെ വലിയ പെരുമ്പറകളും ചെണ്ടകളും ഉപയോഗിച്ച് ആഞ്ഞു കൊട്ടുന്നുമുണ്ട്. പക്ഷേ ആനകൾ പേടിക്കുന്നതിന് പകരം കൂടുതൽ ധൈര്യശാലികളായി മുന്നോട്ട് വരികയാണ് ചെയ്യുന്നത്. കൃത്യമായി പറഞ്ഞാൽ ഏകദേശം 2 മണിക്കൂറോളം അവർ ആ തീക്കപ്പുറം നിന്ന് തങ്ങളുടെ തുമ്പിക്കൈകൾ ഉയർത്തി അന്തരീക്ഷത്തിൽ നിന്നും വായു വലിച്ചെടുത്തുകൊണ്ടിരുന്നു. അവർ തുമ്പിക്കൈ വായുവിൽ ആട്ടി വീശുകയാണ്. ഒരു പക്ഷേ പുതുതായി ഗ്രാമത്തിലെത്തിയ ആളുകളുടെ ഗന്ധം പിടിക്കുകയായിരിക്കാം. ആ കാഴ്ച എനിക്ക് അവ്യക്തമായിരുന്നു. പക്ഷേ ആ കൊമ്പന്മാരുടെ തനി രൂപം എനിക്ക് വ്യക്തമായി കാണാനൊന്നും കഴിഞ്ഞില്ല. ആ പുകച്ചുരുളും ആ ഇരുട്ടും കാരണം ഒരു നിഴലുകൾ പോലെ മാത്രമാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. അവർ ശ്വാസമെടുക്കുന്ന ശബ്ദം, ആ വലിയ ആ ഭീമാകാരമായ ശബ്ദമുണ്ടല്ലോ, അത് വ്യക്തമായി എനിക്ക് കാണാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ അവരുടെ കണ്ണുകൾ തിളങ്ങുന്നതും ഞാൻ കണ്ടു. അങ്ങനെ ആ ഭീകരമായ രാത്രി കഴിഞ്ഞു. വെളുപ്പിനെ സൂര്യൻ്റെ ആദ്യ കിരണങ്ങൾ മണ്ണിൽ പതിച്ചു തുടങ്ങി. നേരം വെളുത്തതും ഞങ്ങൾ ഒട്ടും വൈകിയില്ല. നേരെ ആ കൃഷിയിടത്തിലേക്ക് വെച്ചു പിടിച്ചു. അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ ശരിക്കും ഞെട്ടിപ്പോയി. സുഹൃത്തുക്കളെ, ആ പറമ്പ് കണ്ടാലേ തോന്നും അവിടെ ഏതെങ്കിലും ഗുസ്തിക്കാർ തമ്മിൽ വലിയ അംഗം വെട്ടിയതാണെന്ന്. അത്രമാത്രം മണ്ണ് ഇളകി മറിഞ്ഞു കിടക്കുകയാണ്. ഞങ്ങൾ ആനകളുടെ കാൽപ്പാടുകൾ പിന്തുടരാൻ തീരുമാനിച്ചു. ആനക്കൂട്ടം തിരിച്ചു പോയത് കാട്ടിലേക്കാണ്. അവിടേക്ക് തന്നെ പോകാനാണ് ഞങ്ങൾ തീരുമാനിച്ചതും. കാൽപ്പാടുകൾ പിന്തുടർന്ന് ഞങ്ങൾ മുന്നിലേക്ക് നടന്നു. ആനകൾ കൂട്ടമായിട്ട് തന്നെയാണ് ആ വനത്തിനുള്ളിലേക്ക് പോയത്. അതുകൊണ്ട് തന്നെ വലിയൊരു റോഡ് വനത്തിനുള്ളിലൂടെ വെട്ടിപ്പോയതുപോലെ തന്നെ മരങ്ങളും ചെടികളുമെല്ലാം ചവിട്ടി അരയ്ക്കപ്പെട്ട് ഒരു പാത അവിടെ ഉടലെടുത്ത് കഴിഞ്ഞിരുന്നു. ഇവിടെ വെച്ച് ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ആനയെ വേട്ടയാടാൻ ഇറങ്ങുമ്പോൾ ഏറ്റവും അനുയോജ്യമായ ആയുധം എന്താണെന്നാണ് നിങ്ങൾ കരുതിയിരിക്കുന്നത്? പുസ്തകങ്ങളിലും പല വേട്ടക്കാരും പല തോക്കുകളെപ്പറ്റിയും അവയുടെ വെടിയുണ്ടകളെപ്പറ്റിയും അതിൻ്റെ വേഗത്തെപ്പറ്റിയും വലിയ കണക്കുകൾ നിരത്തിയിട്ടുണ്ടല്ലേ? പക്ഷേ ഒരു കാര്യം നിങ്ങൾ ഓർമ്മയിൽ വെക്കണം. ഇത് കൊടുങ്കാടാണ്. കുറ്റിക്കാടുകളും മുൾച്ചെടികളും നിറഞ്ഞ വനമാണ്. ഇവിടെ ഒരു ചുവട് മുന്നിലേക്ക് വെക്കണമെങ്കിൽ തന്നെ 10 മുൾച്ചെടികൾ നിങ്ങൾ നിങ്ങളുടെ കയ്യിരിക്കുന്ന ആയുധം കൊണ്ട് വെട്ടിമാറ്റേണ്ടിയിരിക്കുന്നു. അങ്ങനെയുള്ള ഈ സാഹചര്യത്തിൽ നിങ്ങളുടെ ജീവൻ തൂങ്ങിയാടുന്നത് നിങ്ങളുടെ കയ്യിലുള്ള ആ റൈഫിളിലാണ്. നിങ്ങൾ തീർക്കുന്ന ആ ഒരു വെടിയുണ്ടയിലാണ്. ആ ഒരു വെടിയുണ്ടയിൽ വെറും 4 അല്ലെങ്കിൽ 10 ചുവട് അകലെയായിരിക്കാം ഒരു കൂറ്റൻ ആന നിൽക്കുന്നത്. അവിടെ നിന്നായിരിക്കാം ആന നിങ്ങൾക്ക് നേരെ ചീറിയടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ബുദ്ധി പ്രയോഗിച്ചുകൊണ്ട് നിങ്ങൾ വയ്ക്കുന്ന ഉന്നം പിടിച്ചു വയ്ക്കുന്ന ആ ഒരു വെടിയുണ്ടല്ലോ, അതാണ് നിങ്ങളുടെ ജീവൻ നിർണയിക്കുന്നത്. അത് കൃത്യമായി അതിൻ്റെ ജീവൻ എടുക്കുവാൻ കഴിഞ്ഞില്ല എങ്കിൽ പിന്നെ ദൈവത്തിന് പോലും നിങ്ങളെ രക്ഷിക്കുവാൻ കഴിഞ്ഞില്ല എന്ന് വരും. ഇതെല്ലാം കൊണ്ടാണ് ഇങ്ങനെയുള്ള അപകടകരമായ നിമിഷങ്ങളിൽ എൻ്റെ ഏറ്റവും വിശ്വസ്തനായ ഡബിൾ ബാരൽ .465 ബോർ ഹെമറേജ് റൈഫിൾ ഞാൻ ഉപയോഗിക്കുന്നത്. അതുപയോഗിക്കാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. എൻ്റെ കൂടെയുള്ള മഫ്നിക്കയുടെ കയ്യിൽ എൻ്റെ തന്നെ മറ്റൊരു തോക്കാണുള്ളത്, .375 ബോറിൻ്റെ മാഗ്നം റൈഫിൾ. ഇതിനെപ്പറ്റി നിങ്ങൾ പല കഥകളിലും കേട്ടിട്ടുണ്ടാകാം. ഇത് അത്യാവശ്യം ഫേമസ് ആയ ഒരു റൈഫിൾ തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ മുന്നിലായി കണ്ട ആ ആനയുടെ കാൽപ്പാടുകളുണ്ടല്ലോ, അത് പിന്തുടർന്നുകൊണ്ട് മെല്ലെ മുന്നിലേക്ക് നടന്നു. അത് ഞങ്ങളെ കൊണ്ടെത്തിച്ചത് ഒരു വലിയ മുളങ്കാടിലേക്കായിരുന്നു. ആ മുളങ്കാടിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചു. സാധാരണ കാടുകൾ പോലെയല്ല സുഹൃത്തുക്കളെ ഈ മുളങ്കാടുകൾ. അതിനുള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഉള്ളൊന്ന് നടുങ്ങും. അവിടെ സൂര്യപ്രകാശം ഒരിക്കലും തറയിൽ വീഴാറില്ല. വല്ലാത്ത ഒരു ഇരുട്ട് മാത്രമാണ് അവിടെ എപ്പോഴും. മുളങ്കാടുകളുടെ തറയാകട്ടെ ചതുപ്പ് പോലെ നനഞ്ഞ് കുതിർന്ന് കിടക്കുകയാണ്. കാട്ടിലെ കാട്ടുമൃഗങ്ങൾ ഉണ്ടാക്കിയ ഇടുങ്ങിയ വഴിയിലൂടെ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. ചിലയിടങ്ങളിൽ മുട്ടുകുത്തി ഇഴഞ്ഞു വേണം മുന്നിലേക്ക് നീങ്ങാൻ. അതിൻ്റെ കൂടെ
അവിടുത്തെ മറ്റൊരു പേടി സ്വപ്നം എന്താണെന്നറിയാമോ? ഈ പ്രദേശത്ത് കാണ്ടാമൃഗങ്ങളുണ്ട്. കാരണം കുറച്ച് മുന്നിലേക്ക് പോയപ്പോൾ ഞങ്ങൾ പുതുതായി അവിടെ കാണ്ടാമൃഗങ്ങളുടെ കാലടികൾ കണ്ടിരുന്നു. 2 മണിക്കൂറോളം ആ നനഞ്ഞ മണ്ണിലൂടെ വിയർത്തൊലിച്ച് ആകെ തളർന്നാണ് ഞങ്ങൾ മുന്നിലേക്ക് നടന്ന് നീങ്ങിയത്. ഉച്ചയ്ക്ക് കുറച്ച് നേരം മാത്രമാണ് ഞങ്ങൾ അവിടെ ഇരുന്ന് വിശ്രമിച്ചത്. ഒരു കാപ്പിയും കുടിച്ചു. അതിനുശേഷം വീണ്ടും ഞങ്ങൾ കാൽപ്പാടുകൾ പിന്തുടർന്നുകൊണ്ട് ഞങ്ങളുടെ യാത്ര തുടർന്നു. സമയം വൈകുന്നേരം 4 മണി കഴിഞ്ഞിട്ടുണ്ടാകും. പെട്ടെന്നാണ് ഞങ്ങൾ ആ ശബ്ദം കേട്ടത്. ആനകളുടെ വയറ്റിൽ നിന്നുള്ള ഒരു തരംഗ ഗർജനമായിരുന്നു അത്. ആനകൾ ആഹാരം കഴിച്ച് വയറ് നിറഞ്ഞ് വിശ്രമിക്കുമ്പോഴുണ്ടാകുന്ന ഒരുതരം ശബ്ദമാണത്. അവർ അവിടെ എവിടെയോ ഉണ്ട് എന്ന് ഞങ്ങൾക്ക് ഉറപ്പായി. കാറ്റിൻ്റെ ദിശ ഞങ്ങൾക്ക് അനുകൂലമാണോ എന്ന് ഞങ്ങൾ പരിശോധിച്ചു. ശ്വാസം പോലും അടക്കി പിടിച്ചുകൊണ്ട് ഒരു കരിയിലകൾ പോലും അനങ്ങുന്ന ശബ്ദമുണ്ടാക്കാതെ പതുക്കെ പതുക്കെ ഞങ്ങൾ മുന്നിലേക്ക് നീങ്ങി. പെട്ടെന്ന് അവിടെ ചെടികൾ ആടുന്ന ശബ്ദം ഞങ്ങൾ കേട്ടു. എൻ്റെ നെഞ്ചെടുപ്പ് വല്ലാതെ കൂടാൻ തുടങ്ങി. നെറ്റിയിൽ നിന്നും വീർപ്പ് തുള്ളികൾ ഒലിച്ചിറങ്ങി കണ്ണിലേക്ക് വീണു. കണ്ണ് ചെറുതായി മങ്ങുന്നത് പോലെ. എൻ്റെ തോക്ക് ഞാൻ മുറുകെ പിടിച്ചു. കണ്ണിലെ വീർപ്പ് തുള്ളികൾ ഞാൻ തുടച്ചു മാറ്റി. ഞങ്ങൾ അവരിൽ നിന്നും വെറും 40 വാര അകലെ മാത്രമാണ്, അതായത് 40 യാർഡ്. പെട്ടെന്ന് എല്ലാം തികഞ്ഞ നിശബ്ദതയിലേക്ക് മാറി. ഒരു ചെറിയ കാറ്റോ ഇലയുടെ ശബ്ദമോ പോലും ആ നിമിഷങ്ങളിൽ അവിടെ ഉണ്ടായില്ല. തികഞ്ഞ ഒരു ശില പോലെ ഞങ്ങൾ അവിടെ അങ്ങനെ അനങ്ങാതെ നിന്നു. ഞാൻ പതിയെ എൻ്റെ തലയുയർത്തി എൻ്റെ മുന്നിലുണ്ടായിരുന്ന മുളങ്കൂട്ടത്തിനുള്ളിലേക്ക് നോക്കി. എൻ്റെ തല കറങ്ങുന്നത് പോലെ എനിക്ക് തോന്നി. അവിടെ ആരുമില്ല. ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് ആ വയറിൻ്റെ ശബ്ദം കേട്ട, ആ ചെവികൾ ആടുന്നത് കേട്ട ആ സ്ഥലത്തേക്കാണ് ഞാനിപ്പോൾ നോക്കുന്നത്. ആ 15-20 ആനകൾ എവിടെ പോയി? ഒരു ഇല പോലും അനങ്ങിയിട്ടില്ല. ഒരു ശബ്ദം പോലും കേട്ടിട്ടില്ല. ആ വലിയ ആനക്കൂട്ടം ഒരു പുകച്ചുരുള് പോലെ വായുവിലേക്ക് അലിഞ്ഞു ചേർന്ന് പോയോ? അങ്ങനെ ആ 3-ാമത്തെ ദിവസവും അവസാനിക്കാൻ പോകുകയാണ്. ആ കാടിൻ്റെ വന്യത ഞങ്ങളെ ശരിക്കും പരീക്ഷിക്കാൻ തുടങ്ങിയ ദിവസമായിരുന്നു അത്. ആകാശത്ത് സൂര്യൻ മെല്ലെ താഴ്ന്നു തുടങ്ങിയിരുന്നു. കാടിനുള്ളിലേക്ക് മഞ്ഞ വെളിച്ചം പടർന്നു പന്തലിച്ചു. പരാജയപ്പെട്ട മറ്റൊരു ദിവസത്തിൻ്റെ ഭാരവും പേറി ഞങ്ങൾ തിരികെ ക്യാമ്പിലേക്ക് മടങ്ങാൻ തുടങ്ങിയപ്പോഴാണ് ആ കാഴ്ച ഞങ്ങൾ കണ്ടത്. 5 സിംഹങ്ങൾ. അതെ, 5 എണ്ണം. അവിടെ ഉണ്ടായിരുന്ന ഉയരമുള്ള പുല്ലുകൾക്കിടയിൽ നിന്നും അവ ഓരോന്നായി തലയുയർത്തി ഞങ്ങളെ നോക്കി. അവരുടെ ആ സ്വർണ്ണ കണ്ണുകളുണ്ടല്ലോ, ഞങ്ങളിൽ തന്നെ ഇപ്പോൾ തറഞ്ഞു നിൽക്കുകയാണ്. ആ കൂട്ടത്തിലെ അല്പം പ്രായമുള്ള ഒരു പെൺസിംഹം അവൾ മുന്നിലേക്ക് പതിയെ നടന്നു വന്നു. അവൾക്ക് ഞങ്ങളെ അത്ര പേടിയുള്ള മട്ടല്ല. അവളുടെ കണ്ണുകളിൽ എന്തോ ഒരു പക കത്തുന്നത് പോലെ എനിക്ക് തോന്നി. അവൾ തൻ്റെ മുൻകാലുകൾ മണ്ണിലേക്ക് ആഴ്ത്തി ശരീരം താഴ്ത്തി വല്ലാത്തൊരു നിപ്പാണ് അവിടെ നിന്നത്. അവളുടെ തൊണ്ടയിൽ നിന്നും പുറപ്പെട്ട ആ ഗർജനമുണ്ടല്ലോ, അത് കേട്ടപ്പോൾ എൻ്റെ ഉള്ളൊന്ന് കാളി, എൻ്റെ ഉള്ളൊന്ന് പിടഞ്ഞു. അവൾ ഞങ്ങളെ ആക്രമിക്കുവാൻ തയ്യാറെടുക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ ഒട്ടും വൈകിയില്ല. എൻ്റെ റൈഫിലെടുത്ത് ഞാൻ തോളിലേക്ക് ഉയർത്തി വെച്ചു. എൻ്റെ കൈ ട്രിഗറിൻ്റെ മുകളിലേക്ക് പതിഞ്ഞു. അപ്പോഴാണ് ഞാനത് ചിന്തിച്ചത്. എന്തിനു വേണ്ടിയാണ് മറ്റൊരു ജീവൻ അനാവശ്യമായി എടുക്കുന്നത്? അവയെ ഒന്ന് ഭയപ്പെടുത്തിയാൽ വനത്തിൻ്റെ ഉള്ളിലേക്ക് ഭയം ഓടുമല്ലോ. പെട്ടെന്ന് തന്നെ ഞാൻ തോക്ക് ആകാശത്തേക്ക് ഉയർത്തി ഒരു വെടി പൊട്ടിച്ചു. അടുത്തുണ്ടായിരുന്ന മരത്തിലേക്ക് അടുത്ത വെടി പൊട്ടിച്ചു. താഴെ നിലത്ത് മണ്ണിലേക്ക് 2 തിരകൾ കൂടി പായിച്ചു. ആ കാട് തുടരെ വെടിവെച്ചകളാൽ മുഴങ്ങി നടുങ്ങിപ്പോയി. ഭീകരമായ ഒരു അന്തരീക്ഷമായിരുന്നു അപ്പോൾ അവിടെ ഞാൻ സൃഷ്ടിച്ചത്. മണ്ണിലേക്ക് താഴ്ന്ന ആ വെടിയുണ്ടകൾ പൊടിപടലങ്ങൾ അവിടെ പടർത്തി. സിംഹത്തേക്കാൾ ഗർജനത്തിൽ എൻ്റെ റൈഫിൽ മുന്നിട്ട് നിന്നു. അതുകൊണ്ട് തന്നെ ആയിരിക്കാം അവിടെ എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാകാതെ ആ പെൺസിംഹമുണ്ടല്ലോ, അവളൊന്ന് പകച്ചു പോയത്. അവൾ 2 അടി പിന്നിലേക്ക് മാറിയത്. പിന്നെ അവളുടെ കുടുംബക്കാരെ വിളിച്ചുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ഇരുളടഞ്ഞ ആ വനത്തിനുള്ളിലേക്ക് അവൾ പോയി മറഞ്ഞത്. 4-5 ദിവസങ്ങൾ. അതൊരു നരകയാതന പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഈ സമയം കൊണ്ട് ഞങ്ങൾ ഏകദേശം 150 മൈലോളമാണ് നടന്നു തീർത്തത്, അതും ആ വനത്തിനുള്ളിലൂടെ. എൻ്റെ കാലുകൾ നീറ്റൽ അനുഭവപ്പെട്ടു തുടങ്ങിയിരുന്നു. ബൂട്ടിനുള്ളിലെ വിരലുകൾ പൊട്ടി രക്തം വരുന്നുണ്ടാകാം. പക്ഷേ
ആ വേട്ട അവസാനിപ്പിക്കുവാൻ എനിക്ക് കഴിയില്ലായിരുന്നു. എന്നിലെ വേട്ടക്കാരന് വാശി തന്നെയായിരുന്നു, മുന്നോട്ട് നടക്കുവാനും അത് കണ്ടെത്താനുമുള്ള വാശി. ഇതിനിടയിലാണ് ആ ദുരന്തം അവിടെ സംഭവിച്ചത്. വഴിയരികിലെ ഒരു കുറ്റിക്കാടിൽ പതുങ്ങിയിരുന്ന ഒരു കാണ്ടാമൃഗം പെട്ടെന്ന് ഞങ്ങൾക്ക് നേരെ ഒരു ചാർജ് നടത്തി. ആർക്കും ഒന്നും ചെയ്യാൻ സമയം കിട്ടിയില്ല. എൻ്റെ രണ്ടാമത്തെ തോക്കുധാരിയായ ജോനുവിനെയാണ് ആ കൂറ്റൻ കാണ്ടാമൃഗം തൻ്റെ കൊമ്പ് കൊണ്ട് തട്ടി ഒരു പന്ത് പോലെ വായുവിലേക്ക് എറിഞ്ഞു കളഞ്ഞത്. അവൻ ദൂരേക്ക് തെറിച്ചു വീഴുന്നത് കണ്ട് എൻ്റെ ശ്വാസം ഒരു നിമിഷത്തേക്ക് നിലച്ചുപോയി. ജോനു എന്ന് ഞാൻ അലറി വിളിച്ചു. ഭാഗ്യത്തിന് അവൻ വന്നു വീണത് ഉണങ്ങിയ പുല്ലുകൾ കൂട്ടിയിട്ട ഒരു ഭാഗത്തേക്കായിരുന്നു. അതുകൊണ്ട് തന്നെ അവന് നിസാര പരുക്കുകളോടെ അവൻ രക്ഷപ്പെട്ടു. 6-ാം ദിവസം ഞങ്ങൾ കാട്ടിലേക്ക് കയറുമ്പോൾ ഞങ്ങളുടെ അവസ്ഥ വളരെ മോശമായിരുന്നു. ശരീരത്തിന് ഒട്ടും വയ്യ, മനസ്സ് പകുതിയും തളർന്നു കഴിഞ്ഞിരുന്നു. ആ മാന്ത്രിക ആനകളുടെ ഒരു നിഴൽ പോലും കാണാൻ ഞങ്ങൾക്ക് പറ്റിയില്ല. ഞാൻ നിരാശനായി അവിടെ ഇരുന്നു. പെട്ടെന്നാണ് മുന്നിലെ വളവിലൊരു ഭീകരരൂപം പ്രത്യക്ഷപ്പെട്ടത്. ദേഷ്യം കൊണ്ട് വിറയ്ക്കുന്ന ഒരു പെണ്ണാന. 6-ാമത്തെ ദിവസത്തിൻ്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ. മറ്റേ കാണ്ടാമൃഗത്തിൻ്റെ സംഭവം ഉണ്ടായത് 5-ാമത്തെ ദിവസമാണ്. ആ പെണ്ണാന ഇപ്പോൾ നിൽക്കുന്നത് ഞങ്ങളിൽ നിന്നും വെറും 25 വാര ദൂരെയാണ്. ഒരു ആനയെ സംബന്ധിച്ചിടത്തോളം 25 വാര ദൂരം എന്നത് വെറും നിസ്സാരമാണ്. അവളുടെ കണ്ണുകൾ ചോര നിറത്തിൽ ചുവന്നിരിക്കുന്നു. ഞങ്ങളെ കണ്ടതും അവൾ അവളുടെ വലിയ കാലുകൾ മണ്ണിലേക്ക് ആഞ്ഞു ചവിട്ടി വലിയൊരു ചിഹ്നം വിളി നടത്തി. ആക്രമിക്കുവാൻ തയ്യാറെടുക്കുകയാണ്. അവളുടെ ചെവി അവൾ വട്ടത്തിൽ മുന്നോട്ടും പിന്നോട്ടും മാറ്റി. അവൾ ഞങ്ങളിലേക്ക് ചാർജ് ചെയ്ത് വരാൻ ഒരുങ്ങുകയാണ്. ഞാൻ വേഗത്തിൽ എൻ്റെ റൈഫിൽ അവൾക്ക് നേരെ ഉന്നം പിടിച്ചു. എൻ്റെ നെഞ്ചിടിപ്പ് എനിക്ക് തന്നെ കേൾക്കാൻ കഴിയുമായിരുന്നു. ഇപ്പോൾ അവൾ വരും, ഇപ്പോൾ അവൾ എൻ്റെ നേർക്ക് പാഞ്ഞു വരും. ഞാൻ വെടിവെക്കാൻ തയ്യാറായി നിന്നു. പക്ഷേ അടുത്ത നിമിഷം സംഭവിച്ചത് എനിക്ക് വിശ്വസിക്കുവാൻ പറ്റിയില്ല. ഞാൻ കണ്ണൊന്ന് ചിമ്മി തുറന്നപ്പോഴേക്കും ആ ഭീകരമായ ആന അവിടെ നിന്നും അപ്രത്യക്ഷമായി പോയി. ഒരു ഇല പോലും അനങ്ങുന്നത് ഞാൻ കേട്ടില്ല. യാതൊരു ശബ്ദവും അവിടെ ഉണ്ടായില്ല. അവൾ ആ കാടിനുള്ളിലേക്ക് അലിഞ്ഞു ചേർന്നു. എനിക്ക് വല്ലാത്തൊരു ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി. എൻ്റെ കൈകൾ വിറയ്ക്കാൻ തുടങ്ങി. ഈ കാട്ടിൽ എന്താണ് സംഭവിക്കുന്നത്? എൻ്റെ ഉള്ളിലെ ആ യുക്തിവാദിയായ മനുഷ്യനുണ്ടല്ലോ, മെല്ലെ പതറാൻ തുടങ്ങിയിരിക്കുന്നു. ആകെ തളർന്ന് ഞാൻ വിറയ്ക്കുകയാണ്. ഞാൻ അന്ന് ക്യാമ്പിലേക്ക് മടങ്ങിയത് എനിക്ക് തന്നെ അറിയില്ല എനിക്കെന്ത് സംഭവിച്ചു എന്ന്. അന്ന് വൈകുന്നേരം ക്യാമ്പിലെത്തിയപ്പോൾ അവിടെ 2 പേർ ഞങ്ങളെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ഏതാണ്ട് നഗ്നരായ വിചിത്ര രൂപികളായ 2 ആഫ്രിക്കൻ മന്ത്രവാദികളായിരുന്നു അവർ. അന്ന് വൈകുന്നേരം ക്യാമ്പിലെ ആ അന്തരീക്ഷം വല്ലാതെ മാറിയിരുന്നു. കാറ്റിൽ എന്തോ ഒരു പ്രത്യേകത മണക്കുന്നുണ്ടായിരുന്നു. മാഫ്നിക്കയും ജോനുവും കൂടെ ആ 2 ആഫ്രിക്കൻ മന്ത്രവാദികളെ എൻ്റെ മുന്നിലേക്ക് കൊണ്ടുവന്നു. അവരുടെ രൂപം കണ്ടപ്പോൾ തന്നെ ഞാനൊന്ന് പകച്ചുപോയി. ഏതാണ്ട് നഗ്നരായിരുന്നു അവർ. ശരീരമാസകലം വിചിത്രമായ അടയാളങ്ങൾ വരച്ചു വെച്ചിട്ടുണ്ട്. വല്ലാത്തൊരു നിഗൂഢത അവരുടെ കണ്ണുകളിൽ ഒളിഞ്ഞു കിടക്കുന്നതായി എനിക്ക് തോന്നി. അവർ ക്യാമ്പിൻ്റെ നടുവിലായി ഒരു വലിയ തീക്കുണ്ടമൊരുക്കി. വിറകുകൾ കത്തിക്കുന്നുണ്ടായിരുന്നു. ശബ്ദം കേൾക്കാം. തീപ്പൊരികൾ വായുവിൽ ചിതറുന്നതും കാണാൻ കഴിഞ്ഞു. അവർ തങ്ങളുടെ പഴയ തോൾ സഞ്ചിയിൽ നിന്നും ഓരോ സാധനങ്ങളായി പുറത്തേക്കെടുക്കുവാൻ തുടങ്ങി. എൻ്റെ ഉള്ളിൽ നടുക്കം പാഞ്ഞു. സിംഹത്തിൻ്റെ ഉണങ്ങിയ എല്ലുകൾ, മൂർച്ചയുള്ള നഖങ്ങൾ, പിന്നെ എന്തൊക്കെയോ ജീവിയുടെ പഴയ എല്ലുകളും മറ്റ് കഷ്ണങ്ങളുമൊക്കെ ആയിരുന്നു അത്. ഇതെല്ലാം അവർ ഓരോന്നായി നിലത്തേക്ക് പെറുക്കി വയ്ക്കുവാൻ തുടങ്ങി. പെറുക്കി വയ്ക്കുക മാത്രമല്ല, അത് പ്രത്യേക രീതിയിലാണ് അവർ അവിടെ അറേഞ്ച് ചെയ്ത് വെച്ചത്. ഒരു മാന്ത്രിക ഭൂപടം അവർ വരയ്ക്കാൻ തുടങ്ങി. അതിൻ്റെ കൂടെ എന്തൊക്കെയോ മന്ത്രങ്ങളും അവർ ഉച്ചരിക്കുന്നുണ്ടായിരുന്നു. അടുത്തതായി അവർ ചെയ്തത് എൻ്റെ തോക്കുകൾ വാങ്ങുക എന്നതായിരുന്നു. ഞാൻ എൻ്റെ ജീവനായി കരുതുന്ന എൻ്റെ റൈഫിലുകൾ അതിലെ ഒരു മന്ത്രവാദി വാങ്ങിച്ച് അയാളുടെ കയ്യിലേക്ക് പിടിച്ചു. അതിനുശേഷം അവിടെ അവർ കൂട്ടിവെച്ചിരുന്ന ആ പ്രത്യേക രീതിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിരുന്ന വസ്തുക്കളെല്ലാം ആ തീയിലേക്ക് നിക്ഷേപിക്കുവാൻ തുടങ്ങി. അപ്പോൾ അവിടെ ഉയർന്നു വന്ന ഒരു കറുത്ത പുക, നാറ്റമേറിയ ആ ഗന്ധത്തിലേക്ക് എൻ്റെ തോക്ക് പിടിച്ചു. എന്തൊക്കെയോ വിചിത്രമായ തന്ത്രങ്ങളും മന്ത്രങ്ങളും അവർ ഉരുവിടാൻ തുടങ്ങി. ആ ശബ്ദങ്ങൾ കാറ്റിലൂടെ എൻ്റെ ചെവിയിലേക്ക് അടിച്ചു കയറുന്നുണ്ടായിരുന്നു.
എനിക്ക് വല്ലാത്ത അസ്വസ്ഥത തോന്നിപ്പോയി. എന്തിനാണ് ഞാൻ ഇതൊക്കെ സമ്മതിക്കുന്നത് എന്ന് ഞാൻ എന്നോട് തന്നെ ചോദിക്കുവാൻ തുടങ്ങിയ നിമിഷങ്ങളായിരുന്നു അത്. പക്ഷേ ആനകളെ കണ്ടെത്താനുള്ള ആ ആവേശം എന്നെ അവിടെ പിടിച്ചു നിർത്തി. പെട്ടെന്നാണ് ആ മന്ത്രവാദികളിൽ ഒരാൾ ഒരു കുറുക്കനെ പുറത്തെടുത്തത്. ഒരു നിമിഷം കൊണ്ട് അവർ അതിനെ ബലി നൽകി. അതിൻ്റെ ചൂടുള്ള രക്തം എൻ്റെ കൈവെള്ളകളിലും എൻ്റെ റൈഫിളിൻ്റെ കുഴലിൻ്റെ തുമ്പിലും അവർ തേച്ചു. ആ രക്തത്തിൻ്റെ മണം എൻ്റെ നാസികളിലേക്ക് ഇരച്ചു കയറി. പക്ഷേ അതുകൊണ്ടും അവർ നിർത്തിയില്ല. അവർ അവസാനമായി ചെയ്തത് ഏറ്റവും അറപ്പുണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു. ആനപ്പിണ്ടം എടുത്ത് അവർ എൻ്റെ ദേഹത്ത് മുഴുവൻ തേച്ചു പിടിപ്പിച്ചു, തല മുതൽ കാൽപാദം വരെ. ആ വൃത്തികെട്ട സാധനം കൊണ്ട് ഞാൻ മൂടപ്പെട്ടു. ആ ദുർഗന്ധം സഹിക്കുന്നതിലും അപ്പുറമായിരുന്നു. ഇതിലും ഭേദം ആന മുട്ടി ചാവുന്നതായിരുന്നു എന്ന് എൻ്റെ മനസ്സ് എന്നോട് പറഞ്ഞു. പക്ഷേ വേട്ടക്കാരൻ്റെ ജ്വലനം അവിടെ അവസാനിച്ചില്ല. എൻ്റെ ഉള്ളിലെ തീ അവിടെ അണയുകയല്ല ചെയ്തത്, ആളിക്കത്തുകയാണ്. എൻ്റെ ഉള്ളിൽ കത്തുന്ന ആ തീയ്ക്ക് ആനകളെ നശിപ്പിക്കാനുള്ള ജ്വലനശേഷി ഉണ്ടെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. ആനകളെ എങ്ങനെയെങ്കിലും ഒന്ന് നേരിട്ട് കാണണം. ഒരേ ഒരു ലക്ഷ്യം മാത്രമായിരുന്നു എൻ്റെ ഉള്ളിലുണ്ടായിരുന്നത്. ആ വൃത്തികെട്ട അനുഭവങ്ങളെല്ലാം ഞാൻ ഒരു നിമിഷത്തേക്ക് സഹിച്ച് അവിടെ അങ്ങനെയിരുന്നു. അങ്ങനെ ആ രാത്രി കടന്നുപോയി. അടുത്ത ദിവസം രാവിലെ വെളുപ്പിനെ തന്നെ ഞങ്ങൾ യാത്ര തിരിച്ചു. പക്ഷേ ഇത്തവണ ഞങ്ങൾ പതിവിലും വിപരീതമായിരുന്നു പോയത്. മഫ്നിക്ക പറഞ്ഞ ഒരു രഹസ്യം, അത് ഒരു രഹസ്യ വഴിയെപ്പറ്റിയായിരുന്നു. ഞങ്ങൾ ഇപ്രാവശ്യം ആ വഴിയിലൂടെയാണ് നീങ്ങാൻ തീരുമാനിച്ചത്. മണിക്കൂറോളം ഞങ്ങൾ ആ കാടിൻ്റെ നിഗൂഢതകളിലൂടെ നടന്നു. ഇടയ്ക്കിടെ മുളങ്കാടുകൾ ഞങ്ങളുടെ വസ്ത്രങ്ങളിൽ ഉടക്കി. ശരീരത്തിലെ ആനപ്പിണ്ടത്തിൻ്റെ മണം കാരണം കാട്ടിലെ ഈച്ചകൾ എന്നെ വല്ലാതെ ശല്യം ചെയ്യുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് മഫ്നിക്ക എൻ്റെ തോളിൽ തട്ടി നിശബ്ദനായിരിക്കാൻ ആംഗ്യം കാണിച്ചു. ഞങ്ങളുടെ മുന്നിൽ ഏകദേശം 40 വാര അകലെയായി ആ കാഴ്ച തെളിഞ്ഞു വന്നു. എൻ്റെ കണ്ണുകളെ എനിക്ക് വിശ്വസിക്കുവാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അത്രയും കാലം ഞാൻ സ്വപ്നം കണ്ടതായിരുന്നു അത്. ആ ഭീമാകാരമായ രൂപം അത് അവിടെ നിൽക്കുകയാണ്. ഒരു അതികായനായ ആന. അവൻ്റെ കൊമ്പുകൾ അത്രയും വലിപ്പമുള്ളതായിരുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്നോളം അത്രയും വലിപ്പമുള്ള കൊമ്പുകൾ കണ്ടിട്ടില്ല. ആ കൊമ്പുകളുടെ അറ്റം മണ്ണിൽ തൊട്ടുരുമി നിൽക്കുകയാണെന്ന് പോലും എനിക്ക് തോന്നിപ്പോയി. അവൻ തൻ്റെ പെണ്ണാനയോടൊപ്പം വല്ലാതെ ശാന്തമായി അവിടെ നിൽക്കുകയാണ്. വല്ലാത്തൊരു ഗാംഭീര്യമായിരുന്നു അവനുണ്ടായിരുന്നത്. ഞാൻ പതുക്കെ എൻ്റെ റൈഫിൾ ഉയർത്തി. പക്ഷേ ആ നിമിഷം എൻ്റെ ഉള്ളിൽ ഒരു വല്ലാത്ത വികാരം ഉടലെടുത്തു. സ്നേഹത്തോടെയും സമാധാനത്തോടെയും നിൽക്കുന്ന ആ 2 ജീവികളെ വേർപെടുത്തണോ എന്ന ചിന്തയായിരുന്നു എൻ്റെ മനസ്സിൽ ഉടലെടുത്തത്. എൻ്റെ വിരലുകൾ ട്രിഗറിൻ്റെ മുകളിൽ ഉണ്ടെങ്കിലും അത് അമരാൻ വല്ലാതെ മടിച്ചു. പക്ഷെ പെട്ടെന്ന് ആന തൻ്റെ തുമ്പിക്കൈ അന്തരീക്ഷത്തിലേക്ക് ഉയർത്തി. കാറ്റിപ്പോൾ ഞങ്ങളിൽ നിന്നും അവനിലേക്കാണ് വീശുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ മണം അല്ലെങ്കിൽ ഞങ്ങളുടെ സാന്നിധ്യം അവന് മനസ്സിലായിരിക്കുന്നു. അവൻ പതുക്കെ തല തിരിച്ചു ഞങ്ങളിരിക്കുന്ന ഭാഗത്തേക്ക് നോക്കി. ആ ഭീമാകാരനായ ആന തൻ്റെ വലിയ തല പതുക്കെ ഉയർത്തി എന്നെ തന്നെ ഉറ്റുനോക്കി. അവൻ്റെ ആ ചെറിയ കണ്ണുകളിൽ പെട്ടെന്ന് ഒരു മാറ്റം ഞാൻ കണ്ടു. വല്ലാത്ത ഒരു പകയും ക്രോധവും അവൻ്റെ കണ്ണുകളിൽ ജ്വലിക്കുന്നുണ്ടായിരുന്നു. കാറ്റിൽ എൻ്റെ ഗന്ധം പിടിച്ചെടുത്ത നിമിഷം തന്നെ അവൻ ഉറപ്പിച്ചു കഴിഞ്ഞു, അവൻ്റെ സമാധാനം കെടുത്താൻ വന്ന ശത്രുക്കളാണ് ഞങ്ങളെന്ന്. തൊട്ടടുത്ത നിമിഷം തന്നെ ആ കാടിനെ വിറപ്പിക്കുന്ന രീതിയിൽ അവൻ അവിടെ ചിഹ്നം വിളിച്ചു. എൻ്റെ സാറേ, അതൊരു ഒന്നൊന്നര ചിഹ്നം വിളിയായിരുന്നു. അന്തരീക്ഷത്തിൽ അത് പ്രതിധ്വനിക്കുകയും ചെയ്തു. ഒരു മനുഷ്യ ശരീരത്തിൽ നിന്നും ആത്മാവ് പറഞ്ഞു പോകാൻ അത്രയും കെൽപ്പുള്ള രീതിയിലായിരുന്നു അവൻ അവിടെ നിലവിളിച്ചത്. ആ ശബ്ദം കേട്ടതും മരങ്ങളിലിരുന്ന പക്ഷികൾ കൂട്ടമായി ആകാശത്തേക്ക് പറന്നുയർന്നു. മുളങ്കാടുകൾ വശങ്ങളിലേക്ക് വകഞ്ഞു മാറ്റി അവൻ എനിക്ക് നേരെ ചാർജ് ചെയ്തു വന്നു. അതൊരു വെറും ഓട്ടമായിരുന്നില്ല, അതൊരു മരണപ്പാച്ചിലായിരുന്നു. ഓരോ തവണയും അവൻ്റെ ആ വലിയ കാലുകൾ മണ്ണിൽ അമരുമ്പോൾ ഭൂമി ഒന്ന് വിറയ്ക്കുന്നത് പോലെ ഞങ്ങൾക്ക് തോന്നി. വായുവിൽ പൊടിപടലങ്ങൾ ഉയർന്നു. അവൻ്റെ ആ ഭീമാകാരമായ കൊമ്പുകൾ അവൻ നേരെ എൻ്റെ നെഞ്ചിന് നേരെയാണ് ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത്. ഒരു കൂറ്റൻ പർവ്വതം ഇടിഞ്ഞു വരുന്നത് പോലെ അവൻ എൻ്റെ പിന്നാലെ ഓടി വരികയാണ്. ആ നിമിഷം മരണത്തെ ഞാൻ മുഖാമുഖം കണ്ടു.
എൻ്റെ ശരീരം നല്ല പോലെ തന്നെ അറിഞ്ഞു. എൻ്റെ ഉള്ളിൽ ഒരു നിമിഷം ഭയം പാഞ്ഞു കയറി. തീർന്നുവെന്ന് ഞാൻ തീരുമാനിച്ച നിമിഷം എൻ്റെ മനസ്സ് മന്ത്രിച്ചു. എൻ്റെ ശരീരത്തിൽ പൂശിയിരിക്കുന്ന ആനപ്പിണ്ടത്തിൻ്റെയും എൻ്റെ വേർപ്പിൻ്റെയും മണം കലർന്ന് വല്ലാത്തൊരു ഗന്ധമായിരുന്നു എനിക്ക് അനുഭവിക്കുവാൻ കഴിഞ്ഞത്. അതിൻ്റെ കൂടെ തന്നെ എൻ്റെ വസ്ത്രങ്ങൾ എൻ്റെ ശരീരത്തോട്ട് ഒട്ടി വലിക്കുന്നുമുണ്ട്. കൈകൾ ഒന്ന് വിറച്ചു. പക്ഷേ എന്നിലെ വേട്ടക്കാരൻ പെട്ടെന്നാണ് സടകുടഞ്ഞെണ്ണീറ്റത്. ഇനിയും ഒട്ടും വൈകാൻ സമയമില്ല. എന്തെങ്കിലും ചെയ്തെങ്കിൽ മാത്രമേ എനിക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. ഇനിയും നിമിഷങ്ങൾ മാത്രമാണ് എൻ്റെ മുന്നിലുള്ളത്. എൻ്റെ വിശ്വസ്തമായ .465 ബോർ റൈഫിൽ ഞാൻ തോളിലേക്ക് ചേർത്ത് പിടിച്ച് തിരിഞ്ഞു നിന്നു. അപ്പോഴേക്കും വെറും 10-12 വാര മാത്രം അകലെയായിരുന്നു ആന. ഇപ്പോൾ വായുവിൽ ചുഴറ്റി അവൻ്റെ തുമ്പിക്കൈ ഉയർത്തി വീണ്ടും ചിഹ്നം പിടിച്ചുകൊണ്ട് അവൻ എനിക്ക് നേരെ ചാർജ് ചെയ്ത് പാഞ്ഞു വരികയാണ്. ഒരുതരം ഇരമ്പൽ മാത്രമാണ് എനിക്കിപ്പോൾ കേൾക്കാൻ കഴിയുന്നത്. എനിക്ക് ചുറ്റും ഒന്നും കാണാൻ കഴിയുന്നില്ല. കൃത്യമായി അവൻ്റെ 2 കണ്ണുകൾ മാത്രമാണ് എൻ്റെ മുന്നിലിപ്പോൾ. എൻ്റെ വിരലുകൾ ട്രിഗറിലേക്ക് അമർന്നു. കാടിനെ പിടിച്ചു കുലുക്കിക്കൊണ്ട് എൻ്റെ റൈഫിൾ ശബ്ദിച്ചു. ഒരു ഗർജനം പോലെ തോക്കിൻ്റെ തുമ്പിൽ നിന്നും തീപ്പൊരികൾ ചിതറി. വെടിയുണ്ടയുടെ ആഘാതം എൻ്റെ തോളിൽ ശക്തമായി തട്ടി. അന്തരീക്ഷമാകെ വെടിമരുന്നിൻ്റെ കനത്ത ഗന്ധം പടർന്നു. വെടിയുണ്ട ആ ഭീമാകാരമായ ശരീരത്തിൽ തറഞ്ഞ നിമിഷം ആനയൊന്നു വല്ലാതെ ആഞ്ഞുലഞ്ഞു. ഒരു നിമിഷം അവൻ സ്തംഭിച്ച് നിന്നു. അടുത്ത നിമിഷം അവൻ്റെ ആ വലിയ മുൻകാലുകൾ തളർന്നതുപോലെ എനിക്ക് തോന്നി. അവൻ പതുക്കെ തൻ്റെ മുട്ടുകുത്തി താഴേക്കിരുന്നു. ഒരു വലിയ മരം കടപുഴകി എങ്ങനെയാണോ വീഴുന്നത്, അതുപോലെ ഒരു വലിയ ശബ്ദത്തോടെ അവൻ നിലം പതിച്ചു. ആ ഭാരം മണ്ണിൽ പതിച്ചപ്പോൾ ഉണ്ടായ ശബ്ദം ആ വനത്തെ ഒന്നാകെ വിറപ്പിച്ചു. പക്ഷേ അവൻ പൂർണ്ണമായും മരണത്തിന് കീഴടങ്ങിയില്ല. അവൻ്റെ ആ വലിയ വായുവിന് വേണ്ടി ദാഹിക്കുന്നത് പോലെ എനിക്ക് തോന്നി. അവൻ്റെ വേദന എനിക്ക് സഹിക്കാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു. ഒരു വേട്ടക്കാരൻ തൻ്റെ ഇരയ്ക്ക് നൽകുന്ന അവസാനത്തെ ദയയും ദാക്ഷിണ്യവും അത് തന്നെയല്ലേ? ഞാൻ എൻ്റെ റൈഫിലിൻ്റെ 2ാമത്തെ നാളം അവൻ്റെ തലയ്ക്ക് നേരെ ഉന്നം പിടിപ്പിച്ചു. അതായത് എൻ്റെ തോക്കിൻ്റെ കുഴൽ അവൻ്റെ തലയുടെ നേരെ ഉന്നം വെച്ച് നിർത്തി. പിന്നെ ഒന്നും ആലോചിക്കാനോ ചിന്തിക്കാനോ ഞാൻ നിന്നില്ല. കാഞ്ചിയിന്മേൽ വിരലമർത്തി. തോക്കിൽ നിന്നും ഒരു ഗർജനം കൂടി പുറത്തേക്ക്. തീ തുപ്പിക്കൊണ്ട് തിര അവൻ്റെ തലയിലേക്ക് തറച്ചു കയറി. ഇത്തവണ അവനൊന്ന് അനങ്ങുവാൻ പോലും കഴിഞ്ഞില്ല. ആ പർവ്വതം പോലെ തോന്നിച്ച ആ വലിയ ശരീരമുണ്ടല്ലോ, ഇപ്പോൾ പൂർണ്ണമായും നിശ്ചലമായിരിക്കുന്നു. ഞാൻ എൻ്റെ ശ്വാസം മെല്ലെ പുറത്തേക്ക് വിട്ടു. എൻ്റെ ഹൃദയമിടിപ്പ് അപ്പോഴും എൻ്റെ ചെവിയിൽ വന്ന് അടിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ പതുക്കെ ആ ശരീരത്തിനടുത്തേക്ക് നീങ്ങി. ഓരോ ചുവടും വയ്ക്കുമ്പോഴും എൻ്റെ ഉള്ളിൽ വല്ലാതെ ഭയമുണ്ടായിരുന്നു. ഒരു പക്ഷേ അവൻ വീണ്ടും എഴുന്നേറ്റാലോ എന്ന ചിന്ത എന്നിലുണ്ടായിരുന്നു. അതിന് കാരണം എന്താണെന്ന് നിങ്ങൾക്കും നല്ലപോലെ അറിയാമല്ലോ. ആ മാന്ത്രിക ആനയുടെ വികൃതികൾ ഇതിനു മുമ്പേ കണ്ടതും കേട്ടതുമാണ്. അവൻ്റെ അടുത്തേക്ക് ഞാൻ ചെന്നപ്പോൾ ഞാൻ ഒരു നിമിഷം സ്തംഭിച്ച് നിന്നുപോയി. അവൻ്റെ ആ കൊമ്പുകൾ അവ അത്രമാത്രം വലിപ്പമുള്ളതായിരുന്നു. ആ കൊമ്പുകളുടെ അറ്റം മണ്ണിൽ തൊട്ടുരുമി നിൽക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു വിസ്മയം തോന്നി. വല്ലാത്ത തിളക്കം ആ വെളുത്ത കൊമ്പുകൾക്കുണ്ടായിരുന്നു. എന്നാൽ ആ സന്തോഷത്തിനിടയിലും എൻ്റെ നട്ടലിലൂടെ ഒരു തണുപ്പ് പാഞ്ഞുപോയി. ആ മുളങ്കാടിൻ്റെ ഇരുട്ടിൽ നിന്നും ഒരു നിഴൽ അനങ്ങുന്നത് ഞാൻ എൻ്റെ കണ്ണാലെ കണ്ടു. അവൻ്റെ ഇണ, ആ പെണ്ണാന, അവളിപ്പോൾ അവിടെയുണ്ട്. ആ ചെറിയ കണ്ണുകൾ ആ ഇരുട്ടിൽ ജ്വലിക്കുന്നത് പോലെ എനിക്ക് തോന്നി. പിന്നീട് ആ പെണ്ണാന ആ വനത്തിലേക്ക് തിരിഞ്ഞു നടന്നുപോയി. ആ പർവ്വതം പോലെ തോന്നിപ്പിച്ച ശരീരം ഇപ്പോൾ വെറുമൊരു മാംസപിണ്ഡമായി മാറിയിരിക്കുന്നു. ആഫ്രിക്കൻ മണ്ണ് അവൻ്റെ ചൂടുള്ള രക്തം സാവധാനം കുടിച്ചുകൊണ്ടിരുന്നു. ഞാനെൻ്റെ റൈഫിൾ താഴ്ത്തി സാവധാനം അവൻ്റെ അടുത്തേക്ക് നടന്നു. എൻ്റെ ഹൃദയമിടിപ്പ് അപ്പോഴും സാധാരണ നിലയിലായിരുന്നില്ല. അത് എൻ്റെ കാതുകളിൽ വന്ന് അടിക്കുന്നത് എനിക്കിപ്പോഴും അറിയാൻ സാധിക്കുന്നുണ്ട്. ഞാൻ അവൻ്റെ അരികിലെത്തിയപ്പോൾ കണ്ട ആ കാഴ്ച, അവൻ്റെ ആ വലിയ കണ്ണുകൾ, അവ ഇപ്പോഴും വാതി തുറന്നിരിക്കുന്നത് പോലെയാണ്. വല്ലാത്തൊരു ഗാംഭീര്യവും അതേസമയം ഒരുതരം സങ്കടവും ആ മുഖത്തുണ്ടായിരുന്നു. അവൻ്റെ ദേഹത്തെ ആ വലിയ ചുളിവുകളും വർഷങ്ങളായി വനത്തിലെ മരങ്ങളിൽ ഉരസി പരുക്കനായ മാറിയ അവൻ്റെ തോലും ഞാൻ എൻ്റെ വിരലുകൾ കൊണ്ട് മെല്ലെ തൊട്ടു നോക്കി.
ആഫ്രിക്കൻ വനങ്ങളുടെ ലക്ഷക്കണക്കിന് രഹസ്യങ്ങൾ ആ വലിയ ശരീരത്തിൽ ഒളിഞ്ഞു കിടപ്പുണ്ടായിരുന്നു. എൻ്റെ വസ്ത്രത്തിൽ പറ്റിപ്പിടിച്ചിരുന്ന ആനപ്പിണ്ടത്തിൻ്റെ ആ രൂക്ഷ ഗന്ധമുണ്ടല്ലോ, അപ്പോഴും അവിടെ പടർന്നു നിന്നിരുന്നു. ഞാൻ കുറച്ചുകൂടി അവൻ്റെ അരികിലേക്ക് നടന്നു ചെന്നു. ഞാൻ അവൻ്റെ ആ വെളുത്ത കൊമ്പുകളിലേക്ക് തൊട്ടു. അവൻ്റെ കൊമ്പുകൾക്ക് നല്ല തണുപ്പുണ്ടായിരുന്നു. ആഫ്രിക്കൻ വെയിലേറ്റ് തിളങ്ങുന്ന ആ ദന്തം, അത് വെറുമൊരു ആനക്കൊമ്പായിരുന്നില്ല. ഒരു വേട്ടക്കാരൻ തൻ്റെ ജീവിതകാലം മുഴുവൻ സ്വപ്നം കാണുന്ന നിധിയായിരുന്നു. അവൻ്റെ ഇണയായ ആ പെണ്ണാനയുണ്ടല്ലോ, ഇപ്പോൾ വീണ്ടും അവിടേക്ക് തിരികെ എത്തിയിരിക്കുന്നു. അവൾ ഇപ്പോഴും ആ മുളങ്കാടിൻ്റെ ഇരുട്ടിൽ മെല്ലെ മറയുന്നത് ഞാൻ കണ്ടിരുന്നു. ഒരു പക്ഷേ അവൾ തൻ്റെ പ്രിയപ്പെട്ടവനെ അവസാനമായി ഒന്നുകൂടെ കാണുവാൻ വേണ്ടി വന്നതായിരിക്കാം. ആ നിമിഷം കാട്ടിലുണ്ടായിരുന്ന ആ ഗന്ധം, അത് വല്ലാത്തൊരു ഭാരമായി എനിക്ക് തോന്നി. മാഫിനയ്ക്കയും ജോനുവും ആവേശത്തോടെ അവിടേക്ക് ഓടിയെടുത്തു. സാഹിബ്, ഇത് വലിയൊരു ഭാഗ്യമാണ്. ഇത്രയും വലിയൊരു കൊമ്പുകൾ ഞാൻ ഇതിനു മുന്നേ കണ്ടിട്ടില്ല, മാഫ്നിക്ക എന്നോട് പറഞ്ഞു. ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. അവർ പിന്നീട് ആ കൊമ്പുകൾ ആനയുടെ ശരീരത്തിൽ നിന്നും മുറിച്ചെടുക്കുവാൻ വേണ്ടിയുള്ള കത്തികളും കോടാലികളും തയ്യാറാക്കി. ഓരോ വെട്ടും ആനയുടെ ശരീരത്തിൽ പതിക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം എൻ്റെ ഉള്ളിൽ ഒരു പിടച്ചിലുണ്ടാക്കി. ഒരു വലിയ രാജാവിനെ അപമാനിക്കുന്നത് പോലെയാണ് എനിക്കപ്പോൾ തോന്നിയത്. അങ്ങനെ അവരുടെ ഏറെ സമയത്തെ പരിശ്രമത്തിനൊടുവിൽ ആ കൊമ്പുകൾ പുറത്തേക്ക് ഊരിയെടുത്തു. എന്നിട്ട് അവർ അത് തൂക്കി നോക്കി. എല്ലാവരും അമ്പരന്ന് പോയി. മാഫിനിക് വലിയ ശബ്ദത്തോടെ വിളിച്ചു പറഞ്ഞു, 94. അതെ, 94 പൗണ്ട് ഉണ്ടായിരുന്നു അത്. എൻ്റെ ഉള്ളിലൊരു വിറയൽ പാഞ്ഞു. അത്രയും ഭാരമുള്ള ഒരു കൊമ്പ് ആ പ്രദേശത്ത് ആരും ഇതിനു മുന്നേ കണ്ടിട്ടില്ല. ആ നിമിഷം എൻ്റെ മനസ്സ് വീണ്ടും ആ 2 മന്ത്രവാദികളിലേക്കും അവർ അവസാനം നടത്തിയ ആ വിചിത്രമായ ചടങ്ങുകളിലേക്കും തിരികെ പോയി. ഇത് പറയുമ്പം ഒരു കാര്യം കൂടി നിങ്ങളോട് പറയണമല്ലോ. ആ മന്ത്രവാദികൾക്ക് നൽകേണ്ടി വന്ന പ്രതിഫലമുണ്ടല്ലോ, അതത്ര ചെറുതൊന്നുമായിരുന്നില്ല. അവർ ചോദിച്ച ആ വലിയ തുക തന്നെ എനിക്ക് നൽകേണ്ടി വന്നു. പക്ഷേ ആ നിമിഷം എനിക്ക് പണത്തേക്കാൾ വലുത് എൻ്റെ ആ ആവേശമായിരുന്നു. ഞാൻ ആ പണം അവരുടെ കൈകളിലേക്ക് വെച്ചു കൊടുക്കുമ്പോൾ അവരുടെ ആ ചുളിഞ്ഞ മുഖത്ത് വിരിഞ്ഞ വിചിത്രമായ ചിരി, അത് ഇന്നും എൻ്റെ കണ്ണിന് മുന്നിലുണ്ട്. അവരുടെ കണ്ണുകളിൽ ഒരുതരം വിജയഭാവമായിരുന്നു. ആ മന്ത്രവാദികൾക്കും രക്തബലിക്കും ഒടുവിൽ അവർ ആഗ്രഹിച്ചത് അത് സാധിച്ചു. അങ്ങനെ ഒടുവിൽ ഞങ്ങൾ ആ തിലിസ്മി മേഖലയോട് വിട പറഞ്ഞു. അവിടുന്ന് പതുക്കെ ഞങ്ങളുടെ ക്യാമ്പ് ലക്ഷ്യമാക്കി പുറപ്പെട്ടു. ആ ഭയാനകമായ മണ്ണിൽ നിന്നും ഞങ്ങൾ മടങ്ങുകയാണ്. 94 പൗണ്ട് വീതം തൂക്കമുള്ള ആ ഭീമാകാരമായ കൊമ്പുകൾ ചുമലിലേറ്റി പോർട്ടർമാർ മുന്നോട്ട് നടന്നു. ആ കൊമ്പുകൾ വായുവിൽ തട്ടി ഉണ്ടാകുന്ന ചെറിയ ശബ്ദം പോലും ആ കാടിൻ്റെ നിശബ്ദതയിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. ഓരോ ചുവടും വയ്ക്കുമ്പോഴും ഞങ്ങൾ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു. ആ മുളങ്കാടിൻ്റെ മറവിൽ അവൾ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നല്ലോ. മാന്ത്രിക ആനകൾ വീണ്ടും പ്രത്യക്ഷപ്പെടുമോ എന്ന ഭയം ഞങ്ങൾക്കെല്ലാവർക്കും ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ആ നിമിഷം എൻ്റെ ഉള്ളിൽ ആ പഴയ യുക്തിവാദിയായ മനുഷ്യൻ മെല്ലെ പത്തി താഴ്ത്തി തുടങ്ങിയിരുന്നു. ഇതിനെ വെറും കോയിൻസിഡൻസായി എനിക്ക് കാണാൻ കഴിയില്ല. നിങ്ങൾ ഇനിയിപ്പോൾ ഇതിനെ മന്ത്രവാദമെന്ന് വിളിച്ചോളൂ, അല്ലെങ്കിൽ വെറുമൊരു അന്ധവിശ്വാസമെന്ന് പറഞ്ഞുകൊള്ളൂ. എങ്കിലും ഞാൻ അവിടെ അനുഭവിച്ചത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. ആഫ്രിക്കൻ കാടുകളിൽ ഓരോ ഇഞ്ചിലും നമ്മൾ മനുഷ്യർക്ക് ഊഹിക്കാൻ പോലും കഴിയാത്ത നിഗൂഢതകൾ ഒളിഞ്ഞിരിപ്പുണ്ട്. ആ കാടിൻ്റെ ഉള്ളിൽ ഓരോ ചുവടിന് താഴെയും ഓരോ പുതിയ രഹസ്യങ്ങൾ ഉറങ്ങുന്നുണ്ട്. അന്ന് ഞാൻ ആ കാടിനെ നോക്കിയത് ഒരു വേട്ടക്കാരൻ്റെ കണ്ണിലൂടെ മാത്രമായിരുന്നില്ല, മറിച്ച് ആ പ്രകൃതിയുടെ നിഗൂഢതകളെ ഭയത്തോടെയും ബഹുമാനത്തോടെയും നോക്കിക്കാണുന്ന വെറുമൊരു മനുഷ്യനായി കൂടിയാണ്. കാറ്റിൽ അപ്പോഴും ആ പഴയ ഗന്ധമുണ്ടായിരുന്നു. ആ വലിയ ആനയുടെ നിശബ്ദമായ ആത്മാവ് ഇവിടെ എവിടെയോ ഇപ്പോഴും അലഞ്ഞു നടക്കുന്നുണ്ടാകാം. നമ്മുടെ ഈ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല. ഇനിയും പുതിയ ആഫ്രിക്കൻ വേട്ടകളുമായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരാം. നമ്മുടെ ഇന്നത്തെ കഥ ഇവിടം കൊണ്ട് അവസാനിക്കുകയാണ്. ഞാൻ ഇന്ന് പറഞ്ഞ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്ന് പരിഗണിക്കുക. അതുപോലെ നിങ്ങളുടെ ഇഷ്ടം കമൻറ്റിലൂടെയും ലൈക്കിലൂടെയും അറിയിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഞാൻ അടുത്ത ദിവസം വരുന്നതായിരിക്കും. അതുവരെ ഗുഡ് ബൈ.